കേരളം കാത്തിരുന്ന മുഖ്യമന്ത്രി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം ഇത്രയേറെ ചർച്ച നടന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലുണ്ടായിട്ടില്ല. ഇതിനു മുമ്പൊക്കെ വളരെ പെട്ടെന്ന്. പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രമുഖരായിരുന്നു വളരെ വലിയ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. പക്ഷേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായിട്ടും ജയിച്ചു വന്ന നിയുക്ത MLA-മാരുമായിട്ടൊക്കെ വളരെ വിശദമായ ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് നല്ലൊരു സമവായം ഉണ്ടാക്കി യുക്തമായൊരു തീരുമാനം എടുക്കാൻ അല്പസമയം എടുത്തെങ്കിലും കേരളം പ്രതീക്ഷിച്ച, വോട്ട് ചെയ്ത ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു സൽഭരണം കേരളത്തിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പുതുയുഗ യാത്ര നടത്തി കേരള സംസ്ഥാനത്തുടനീളം 140 നിയോജക മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തെ വീണ്ടെടുക്കാൻ, സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ രക്ഷിക്കാൻ എല്ലാ മേഖലയിലും വിദഗ്ധരുമായും അതുപോലെ ദീർഘവീക്ഷണരുമായും വിചക്ഷണരുമായിട്ടുമൊക്കെ വളരെ വിശാലമായ ചർച്ച നടത്തി അതിൻ്റെ ഒരു സത്ത അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ ഒരു പുതുയുഗ യാത്ര കേരളത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനാണ്. സാമ്പത്തികമായി അരാജകത്വമാണ്, സാമൂഹ്യമായിട്ടുള്ള ഭീതിജനകമായ സാഹചര്യമാണ്. തൊഴിലില്ലാതെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആ മേഖലയെല്ലാം വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിൽ എങ്ങനെ കേരളത്തെ രക്ഷിക്കും? ഇപ്പോൾ കേരളത്തെ രക്ഷിക്കാനുള്ള വ്യക്തമായ അജണ്ടകളുമായി അത് അദ്ദേഹം ഒറ്റയ്ക്കല്ല, ടീം UDF അത് സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, മലയോര കർഷകരുടെ കാര്യം, അതുപോലെ തീരദേശ മേഖലയിൽ, പൊതുവായി എല്ലാ മേഖലയിലുമായിട്ട് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു അജണ്ടയായിരുന്നു പുതുയുഗ യാത്ര. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ജനദ്രോഹ ഭരണത്തിൽ നിന്നും പിണറായി സർക്കാരിൽ നിന്നും മോചിതമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒപ്പം തന്നെ ഇനി വരുന്ന സർക്കാർ എന്തു ചെയ്യും ഈ പരിതാപകരമായ അവസ്ഥയിൽ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരുന്നത്. അതിന് വളരെ കൃത്യമായ മറുപടി, കൃത്യമായ വിശകലനങ്ങൾ, ദീർഘവീക്ഷണത്തോടുകൂടി ജനവിശ്വാസത്തോടുകൂടി അവതരിപ്പിച്ച് ആണ് UDF മുന്നോട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് മാത്രമല്ല, UDF മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട, കേരളത്തെ വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ, അതിനോട് എല്ലാ പിന്തുണയും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നേടി വലിയ വിജയം UDF കൊയ്തത്. അതിന് മുന്നിൽ നിന്ന് പോരാടിയ ശ്രീ VD സതീശൻ, അതിന് താങ്ങും തണലുമായിട്ട് നിന്ന, എല്ലാ സപ്പോർട്ടുമായിട്ട് നിന്ന ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ KC വേണുഗോപാൽ, ഇവരെല്ലാവരുമായിട്ടും വളരെ വിശദമായി ചർച്ച നടത്തി. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരായിട്ട് ചർച്ച ചെയ്തു. ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനമല്ല. നിങ്ങൾക്കറിയാം, മറ്റു പാർട്ടികളെ പോലല്ല, ആഭ്യന്തര ജനാധിപത്യം കുറച്ചധികം ഉള്ള ഒരു പാർട്ടി. എല്ലാവരുമായിട്ടും ചർച്ച, അതിനുള്ള അല്പം സാവകാശം എടുത്തത് ഒഴിച്ചാൽ നല്ലൊരു തീരുമാനം വന്നിരിക്കുന്നു. VD സതീശന് പാലക്കാട് ജില്ലയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് ഇവിടെ അടുത്ത ബന്ധമാണ്. കേരളത്തിലെ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും നല്ല ഒരു സമവായത്തിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ടീം UDFന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ മുഖ്യമന്ത്രി പദം. നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെയും വിചാരിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയൊക്കെ കേരളത്തിലെ UDFൻ്റെ പ്രകടന പത്രിക ജനമുമ്പാകെ അവതരിപ്പിച്ച ജനപ്രിയമായിട്ടുള്ള ആ പ്രകടന പത്രിക സമയബന്ധിതമായി നടപ്പിലാക്കി സാമ്പത്തികമായി തകർന്ന കേരളത്തെ വീണ്ടെടുത്ത് എല്ലാ മേഖലയിലും ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ അടിയന്തരമായ ഒരു മാറ്റം
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പാലക്കാടിനും തീർച്ചയായിട്ടും വികസന കാര്യത്തിൽ, ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള പിന്തുണയും മുൻഗണനയും ലഭിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ്. ശ്രീ വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ അത്യധികം അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ജനവികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഒരിക്കലും ചരടുവലികളൊന്നും ഇതിനകത്തില്ല. സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്ത് ഹൈക്കമാൻഡ് മന്ത്രിമാരാക്കും. ഞങ്ങളെല്ലാവരും അതനുസരിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ ഒരു സൽഭരണമാണ്, കേരളത്തെ വീണ്ടെടുക്കാൻ. ആ ജനവിധി മാനിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സാധാരണ പ്രവർത്തകരും ഇനി മുതൽ പ്രവർത്തിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണും. സാധ്യത ഉണ്ടല്ലോ. പാലക്കാട് കേരളത്തിലായതുകൊണ്ട് മന്ത്രിക്ക് സാധ്യതയുണ്ട്. അത് ഞാനല്ല തീരുമാനിക്കുക, UDF-ന്റെ ഉന്നത നേതൃത്വം തീരുമാനിക്കുക. ആഗ്രഹമുണ്ട്. പാലക്കാട് നിന്ന് മന്ത്രി വേണോ വെച്ചാൽ വേണ്ടെന്ന് പറയുമോ? ഞാൻ ഇവിടുത്തെ MP അല്ലേ. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കേരള ഗവൺമെന്റിൽ ഒരു പ്രതിനിധി വേണ്ടേ? 14 ജില്ലയ്ക്കും വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കില്ലേ? ന്യായമായ ആവശ്യം. ഞാൻ സതീശൻ പറഞ്ഞെടുത്ത ആഗ്രഹം ഉള്ളിൽ ഒതുക്കിയിരിക്കുമെന്നല്ല, ഇത് സന്യസിക്കുകയല്ല, അല്ലല്ലോ. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം MLA ആയി, MP ആയി, പഞ്ചായത്ത് മെമ്പറായി, അതൊരു അധികാരമാണ്. ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ആ ലൈനിലാണ്. ഈ കാര്യത്തിൽ നമുക്ക് അധികാരം കിട്ടണം. എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലാണ്ടാണ് ഞാൻ MP ചെയ്തത്. അപ്പം ഞാൻ ജനങ്ങളോട് ആഗ്രഹിച്ച് ഷംനയോടൊക്കെ വോട്ട് ചോദിച്ചിട്ടാണല്ലോ ഞാൻ ജയിച്ചത്. താങ്കളുടെ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് കോൺഗ്രസ് MLA-മാരാണുള്ളത്. ഒന്ന് KA തുളസി, ഒന്ന് രമേശ് പിഷാരടി. ഇവരിൽ രണ്ടുപേരിൽ എനിക്ക് ഒരു കാര്യം, പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് മന്ത്രി വേണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ നിർബന്ധം അത് പാർട്ടി തീരുമാനിക്കും. UDF-ന് ഘടകകക്ഷി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് മന്ത്രി വേണം, അത് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വേണമെന്ന് വലിയ ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യമില്ല, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് 5 വർഷമില്ല. അപ്പം അന്നൊക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ 2-ൽ നിന്നും 5 MLA-മാരായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം 10 വർഷത്തിന് ശേഷം അതിൻ്റെ അംഗീകാരം കിട്ടും തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, കേരള മന്ത്രിസഭയിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവും. അല്ല, ഒന്നെങ്കിലും ഉണ്ടാവുമല്ലോ. അത്യാഗ്രഹമാണ്. പ്രധാനമായി രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് ഒരു മന്ത്രി പോലും ആകാത്ത ആളാണ് വി ഡി സതീശൻ. അപ്പൊ അങ്ങനെ ഒരു മികച്ച ഭരണം വി ഡി സതീശന് നടത്താൻ വേണ്ടി സാധിക്കുമോ മുഖ്യമന്ത്രിയായിട്ട്? ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. അതൊക്കെ എല്ലാം പരിശോധിച്ചിട്ടുണ്ടാവും. ആർക്കൊക്കെ എന്തൊക്കെ കഴിവ്, എക്സ്പീരിയൻസ്, അതിനുള്ള മറ്റു പല സാധ്യതകളും ഒരു മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. 3-3.5 കോടി ജനങ്ങളുടെ ഒരു പ്രധാന പോസ്റ്റിലിരിക്കുന്ന മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ പാർട്ടി ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് 101%. അല്ല, ഇനി വേണമെങ്കിൽ ഒരു കാര്യം പറയാം, 102% ടീം UDF ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച സൽഭരണം ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾ മല്ലികാർജുൻ ഖാർഗെ അവർകളോട് ചോദിക്കുന്നതായിരിക്കും. ഞാൻ അതിലൊന്നും ഒരു അഭിപ്രായം. അല്ല, ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലല്ലോ, ഒരു വലിയ നേതൃത്വമാണ്. ആ നേതൃത്വം എല്ലാ മേഖലയിലും പെട്ട സീനിയറോ ജൂനിയറോ നോക്കാതെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മെറിറ്റും ഡിമെറിറ്റും ഒക്കെ വെച്ചല്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആരായിരിക്കണം ഗവൺമെൻറ് നയിക്കേണ്ടത്. അപ്പോൾ അത് മല്ലികാർജുൻ ഖാർഗെ തൊട്ട് ശ്രീമതി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ മുതിർന്ന എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചു. അത്രയും സുതാര്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനാധിപത്യ പ്രക്രിയയും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതെന്നാണ് NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എതിർപ്പം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ചെയ്തത് ശരിയായില്ല, ലീഗിന് കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് ആരോപണം. അതൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും. അതെല്ലാം പ്രവർത്തിച്ച് ശ്രീ വി.ഡി. സതീശൻ മികവ് തെളിയിക്കും. ഈ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. 102 സീറ്റ് കിട്ടിയപ്പോഴും ആക്ഷേപിച്ചവരുണ്ട്. അതൊക്കെ രാഷ്ട്രീയമാണ്. അത് ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ ഈ പൊതുവേദിയിൽ അവർക്കെല്ലാവർക്കും അർഹതയുണ്ട്.
പക്ഷെ അതെല്ലാം കേട്ടുകൊണ്ട് ശരിയായ രീതിയിൽ ബി.ജെ.പി. ഇപ്പോ പാണക്കാട് തങ്ങന്മാരെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റില്ല. BJP-ക്കാർ പാണക്കാട് തങ്ങളെയൊക്കെ അംഗീകരിക്കുന്നതും അവരുടെയൊക്കെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. കാരണം കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. BJP കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചു ജാതിയും മതവും വേർതിരിച്ച് വോട്ട് മേടിക്കാൻ. വർഗീയത ആളിക്കത്തിച്ചു. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും LDF-ആയിട്ട് ഉണ്ടാക്കി. ആ മോഹങ്ങളൊക്കെ പൊളിഞ്ഞപ്പോൾ അവർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനമായിട്ടൊക്കെ വരും. അതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ അത് നിങ്ങൾ തീരുമാനിച്ച എങ്ങനെ ശരി. അതായത് ഞാൻ പറഞ്ഞത് എന്നെ പറയാൻ സമ്മതിക്കുക. അത് സ്വാഭാവികം. അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചതിന് കാര്യം പറയട്ടെ. ഈ UDF സംവിധാനത്തിലാണ് 102 സീറ്റ്. UDF എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് പ്രതിസന്ധി നേരിട്ടപ്പോഴും ഒക്കെ എന്തിന് ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് കൃത്യമായ മതേതര നിലപാടാണ്. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാനുള്ള ഒരു നടപടിയും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരംശം ഉണ്ടായിട്ടില്ല. എപ്പോഴും ആ മതേതര നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഡൽഹിയിൽ വലിയ പോരാട്ടങ്ങൾ നടന്നു. നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എത്ര ദിവസമാണ് ED പീഡിപ്പിച്ചത് ചോദ്യം ചെയ്യുന്നുള്ള പേരിൽ. അന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന MP ആണ്, 75 വയസ്സിലധികമുണ്ട്, E.T. മുഹമ്മദ് ബഷീർ. ഞങ്ങളോടൊപ്പം അറസ്റ്റ് വരിച്ച് ഞങ്ങളോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയാണ്. അതുപോലത്തെ ഏറ്റവും അടുപ്പമുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക. രണ്ട് ശരീരമാണെങ്കിൽ ഒരു മനസ്സാണ്. കേരള കോൺഗ്രസ് നിങ്ങൾ ആലോചിക്കും, ഇവിടെ കിട്ടിയ 7 സീറ്റുകളുണ്ട്. UDF-ൻ്റെ ഒപ്പം നിന്ന് കേരള കോൺഗ്രസിനെ ജനം അംഗീകരിച്ചു. മറ്റേ കേരള കോൺഗ്രസ്സൊക്കെ പൂജ്യമായിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഹൈക്കമാൻഡാണ് അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചത്. എല്ലാ ഘടകകക്ഷികളുടെയും പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്തു. ഇത് LDF അല്ല. CPM അടിച്ചേൽപ്പിക്കുന്നത് CPI-ക്കാർ തലകുലുക്കി അംഗീകരിക്കണ പോലെയല്ല. UDF-ൽ പണ്ടും വിശാലമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ പരസ്യമായി പറഞ്ഞു. ഇതിപ്പോൾ അവർ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് ക്ഷണിച്ചത് പ്രകാരം വന്നു, അവരുടെ അഭിപ്രായം പറഞ്ഞു. ജനവികാരം, അവരുടെ സംഘടനാപരമായ അഭിപ്രായം, അതൊക്കെ അവർക്ക് പറയാൻ അവകാശമുണ്ട്. അവരുടെയും കൂടി വോട്ട് നേടിയ 102 സീറ്റ്. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം UDF-ലെ ഘടകകക്ഷിയാണ്. പല സീറ്റിലും മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി കോൺഗ്രസും, പല സീറ്റിലും കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി മുസ്ലിം ലീഗൊക്കെ ജയിക്കുന്നതാണല്ലോ മുന്നണി എന്ന് പറഞ്ഞു. ആ മുന്നണിയിലുള്ള ആളുകൾക്ക് അവർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലല്ലോ. അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം അവരെ ക്ഷണിക്കുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു. ഇത് എല്ലാ കാലത്തും കേട്ടിട്ടുണ്ട്. ഏത് കാലത്താണ് കേൾക്കാതിരുന്നിട്ടുള്ളത്? അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങല്ല. ഇത് സമവായത്തിലൂടെ ഒരു 2-3 പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമല്ലോ. ആ അഭിപ്രായം കേട്ടു. അതിലെന്താണ് അവർ പറഞ്ഞു, എന്താണ് ഇവർ കേട്ടതെന്നും ആരും പുറത്ത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മുന്നണിയിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും സമദൂരം എത്രയോ വർഷമായിട്ട് പാലിച്ചിട്ടുള്ളതാണ് അവരുടെ നിലപാടാണ്. ആ നിലപാടിനെ കോൺഗ്രസ് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആ സംഘടനയുടെ നിലപാടാണ്. അതിൽ ഇഷ്ടമുള്ളവർക്ക് കോൺഗ്രസ്സിന്, ഇഷ്ടമുള്ളവർക്ക് CPM-നൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ സമദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് NSS. അപ്പോൾ അത് ആ നിലപാടിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആ സംഘടനയുടെ തീരുമാനം. ഇപ്പോ ചെന്നിത്തല മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ ഹരിപ്പാടേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ചെന്നിത്തലക്ക് ഉള്ളത് എന്നാണ് ചെന്നിത്തല ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക പാർട്ടി? അല്ല, ഇതൊക്കെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനോടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, ഇടപെടേണ്ടതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കമാൻഡ് ഉണ്ട്. അതൊക്കെ അത് ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പം അതൃപ്തി കാണിക്കേണ്ടെന്നും പറയില്ലല്ലോ.
അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടത്, അതിനൊക്കെ മറുപടി പറയേണ്ടതും ഉന്നത നേതൃത്വമാണ്. അതൊക്കെ എല്ലാം നല്ല രീതിയിൽ അതൊക്കെ പരിഹരിക്കും. നിങ്ങളെ എന്തായാലും ആശങ്കപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും കേരള സമൂഹത്തിനുമൊക്കെ ഏറ്റവും നല്ല ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെങ്ങനെ എല്ലാ നിലയ്ക്കും വിമർശിച്ചിരുന്നു. വിമർശനം കുറേയൊക്കെ അതിര് വിട്ടുപോയി. ഒരുപാട് കഥകൾ. അല്ല, മുസ്ലിം ലീഗ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ അവർക്കറിയാം. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കിയതൊക്കെ കുമിള പോലെ ആയല്ലോ. 10 ദിവസം എത്ര കേരളത്തിൽ ഒരു നിങ്ങൾ പത്രപ്രവർത്തനത്തിൽ സീനിയോറിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ചരിത്രം നോക്കണം. എത്രയോ പ്രാവശ്യം മന്ത്രിമാരെ തീരുമാനിക്കാൻ, സ്പീക്കറെ തീരുമാനിക്കാൻ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എല്ലാ പാർട്ടിയിലും, CPM പോലും നിങ്ങൾക്കറിയാലോ. കേരളത്തിൽ കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടതാണ്. എലക്ഷൻ കഴിഞ്ഞു. അവിടെ എന്താ ഉണ്ടായത്? അന്ന് MLA അല്ലാതിരുന്ന ആരാ വന്നത്? EK നായനാർ. ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം, മനസ്സിലായോ? അതൊക്കെ പഴയ വിമോചന സമര കാലത്തൊക്കെ പറഞ്ഞു ഈ കാര്യം എന്ന് പറയണം. വന്നിട്ടുണ്ടല്ലോ. അത് എന്താ കാരണം? അന്ന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടാണ്. ഇതല്ല, ഒരു മിനിറ്റ്, MLA മാരുണ്ടായിരുന്നു അന്ന്, നമ്മളൊന്നും ഇല്ലല്ലോ. അതായത് ഇപ്പത്തെ വിഷയം എന്താ അറിയോ? ഇപ്പത്തെ വിഷയം EK നായനാര് ഇതേപോലെ MLA അല്ലാതെ അന്ന് കേരളം മുഴുവൻ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ആര് പ്രചരിപ്പിച്ചു? ആ പാർട്ടി പ്രചരിപ്പിച്ചു. ഇതൊന്നും കേരള സംസ്ഥാനത്തുള്ള പഴയ ആളുകൾ മറക്കില്ല. ചരിത്രം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് നമ്മൾ ആവർത്തിച്ചിട്ടില്ല. ഒക്കെ വേണ്ടി വരും സാവകാശം. അതായത് നിയമപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിയമപരമായിട്ട് മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ദിവസം ഇനിയും ധാരാളം ബാക്കി നിൽക്കുകയാണ്. അത് ഭരണഘടനയിലുള്ളതാ. ആ ഭരണഘടനാപരമായ അവകാശം 10 ദിവസം കോൺഗ്രസ് എടുത്തു വെച്ചാൽ അത് മനസ്സിലായില്ലേ? എല്ലാം നല്ല. അതൊക്കെ ഇപ്പോൾ അത് നിങ്ങൾ പറഞ്ഞിടത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. എന്താ അറിയാം, KC വേണുഗോപാലിൻ്റെ ബോർഡ് കൊണ്ടുപോയി വെക്കുന്നത് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അതിനൊന്നും പോയിട്ട് തലയിടാതെ സൂക്ഷിക്കേണ്ടതായിരുന്നു നമ്മുടെ ആൾക്കാർ. അതായത് CPM-മാരാണ് VD സതീശൻ്റെയും KC വേണുഗോപാലിൻ്റെയും കൂടുതൽ ഫ്ലക്സ് വെച്ചത്. നിങ്ങളൊന്ന് ആ CCTV ക്യാമറകളൊക്കെ ഒന്ന് പരിശോധിച്ചോ. കോൺഗ്രസ്സുകാർ അവരുടെ ആഗ്രഹത്തിന് വെച്ചോട്ടെ. അതിന് ഇവരെന്തിനാ വെക്കുന്നത് എനിക്ക് മനസ്സിലാകും. തോറ്റു തുന്നം പാടി വീട്ടിലിരിക്കണവര് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങല്ലേ ആ ബോർഡായിട്ട്. അത് നടന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേസ് വരണമെന്നല്ല, ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചവർക്ക് എന്തായാലും അത് നടന്നിട്ടില്ല. അതിന് കുറച്ച് ചാനലുകാർ കൂട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവര് സമദൂര നിലപാടെടുത്ത് എത്ര വർഷം നിങ്ങൾ ഈ ഭൂമിയിലൊന്നും അല്ല. ആദ്യകാലം ഞാൻ ചോദിച്ചാ വിമോചന സമര അടിസ്ഥാനപ്പെടുത്തുകയാണല്ലോ ഇപ്പോഴത്തെ കാര്യം. ഞാൻ പറഞ്ഞത് NSS, SNDP എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് കോൺഗ്രസിന് അടുത്ത ബന്ധമാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള സംഘടനകളാണ് അവർ. ഭരിക്കുമ്പോൾ പലതരത്തിലും അനുകൂലിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അതൊന്നും ഒരു അസഹിഷ്ണുതയോടുകൂടി കാണുന്ന പാർട്ടിയല്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് UDF. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തോൽക്കാനുള്ള കാരണം എന്താ? ഇവരെല്ലാവരും കൂടെ വിമർശിച്ചിരുന്നു ഭരണത്തിനെതിരായിട്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഭരണത്തിൽ വരായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. തോറ്റാലും ജയിച്ചാലും അവരുടെ അഭിപ്രായം ഞങ്ങൾ കേൾക്കാറുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളിൽ അത് മറ്റ് സംഘടനകൾക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല. അത് അവരുടെ അഭിപ്രായം. പാർട്ടി തീരുമാനം പാർട്ടിയിൽ എടുക്കണ്ടേ. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, നിലപാടുകളാണ് ഓരോ വിഷയത്തിലും. ഇപ്പം എല്ലാറ്റിനും അന്ധമായി എതിർക്കുന്ന ആളല്ല VD സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ KC വേണുഗോപാൽ. ചില വിഷയങ്ങളിൽ ചില എതിർപ്പുകൾ ഉണ്ടാവും, അത് അസഹിഷ്ണുത ഉണ്ടാവും. അത് എന്നും വഴക്കൂടാനല്ലല്ലോ. ആ നിലപാടുകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് വലിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ളത്. അത് ജാതി മത വിരുദ്ധമല്ല, എല്ലാവരെയും സംയോജിപ്പിച്ചു പോകുക എന്നുള്ളതാണ്. അതിൽ നല്ല രീതിയിൽ ആശയവിനിമയം എല്ലാവരുമായിട്ട് നടത്തിയതിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പറവൂര് അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് ഏറ്റവും കൂടുതൽ NSS യൂണിറ്റുകളുണ്ട്. അവിടെ എത്രയും ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ എത്രയും ഭൂരിപക്ഷം? അതിന് മുമ്പത്തെ എത്രയും ഭൂരിപക്ഷം? അപ്പോൾ നിലപാടുകളാണ്. അന്ധമായിട്ട് NSS-നെയോ SNDP-യോ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവില്ല, നിങ്ങളുടെ അറിവിലുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഒരു ജാതി മത സംഘടനകളെ എതിർക്കുകയല്ല, അങ്ങനെ ഒരു ജാതി മത സംഘടനകൾക്ക് വഴങ്ങി
മതേതരത്വത്തിന് കളങ്കം വരുത്തരുത് എന്നുള്ള നിലപാട് വി ഡി സതീശനുണ്ട്. അല്ലാതെ ഒരു മതത്തിനോ ഒരു ജാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അദ്ദേഹം നിൽക്കുന്നത് കണ്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.